ഫുക്രിയിലേക്ക് സ്വാഗതം. IFFHS, അതായത് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ IFFHS ലോകകപ്പിലെ മികച്ച ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് ലോകകപ്പിൽ പങ്കെടുത്ത എല്ലാ ടീമുകളിൽ നിന്നുള്ള കളിക്കാരടങ്ങുന്ന ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ടീമിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അർജൻറ്റീനയിൽ നിന്ന് ലിയണൽ മെസ്സി മാത്രമേ ഉള്ളൂ. ഫൈനൽ കളിച്ച അർജൻറ്റീനയിൽ നിന്ന് ലിയണൽ മെസ്സി മാത്രമേ ഉള്ളൂ. അതേസമയം സ്പെയിനിൻ്റെ 6 കളിക്കാരുണ്ട്. ചാമ്പ്യന്മാരായ സ്പെയിനിൻ്റെ 6 കളിക്കാരുണ്ട്. ഫ്രാൻസിൻ്റെ 3 കളിക്കാരുണ്ട്. ഫ്രാൻസ് 4ാം സ്ഥാനത്തായി പോയ ടീമാണ്, അവരുടെ 3 കളിക്കാരുണ്ട്. പക്ഷേ ഫൈനലിലെത്തിയ അർജൻറ്റീനയുടെ മെസ്സി മാത്രമേ ഉള്ളൂ. അതേസമയം ഇംഗ്ലണ്ടിൻ്റെ ഒരു കളിക്കാരനുമുണ്ട്. അങ്ങനെയാണ് 11 അംഗ ടീം ഉള്ളത്. ആരൊക്കെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. ഗോൾ കീപ്പറായിട്ട് ഉനൈ സിമോൺ, സ്വാഭാവികം സ്പെയിനിൻ്റെ ഉനൈ സിമോൺ. പ്രതിരോധത്തിൽ സ്പാനിഷ് താരങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് പെഡ്രോ പോറോ, മാർക്ക് കുക്കറല്ല, പാവു കുബാസി, പിന്നെ ഐമറിക് ലാപ്പോർട്ടെ. ഇങ്ങനെ 4 പേരും സ്പാനിഷ് താരങ്ങളാണ്, സ്പെയിനിൻ്റെ താരങ്ങളാണ്. ഇനി മിഡ്ഫീൽഡിലേക്ക് വന്നാൽ മിഡ്ഫീൽഡിൽ സ്പെയിനിൻ്റെ ഒരു താരവും ഇല്ല. ഇംഗ്ലണ്ടിൻ്റെ ജൂഡ് ബെല്ലിംഗ്ഹാം, ഫ്രാൻസിൻ്റെ ഉസ്മാൻ ഡംബലെ, ഫ്രാൻസിൻ്റെ തന്നെ മൈക്കൽ ഒലീസെ. ഇതാണ് മിഡ്ഫീൽഡിൽ. അപ്പോൾ ഗോൾ കീപ്പർ ഉനൈ സിമോൺ, ഡിഫൻസിൽ 4 സ്പെയിൻകാർ, മിഡ്ഫീൽഡിൽ 3 താരങ്ങൾ, 2 പേർ ഫ്രാൻസുകാരും 1 ഇംഗ്ലണ്ടും. ഇനി അറ്റാക്കിലേക്ക് വന്നാൽ മുന്നേറ്റ നിരയിൽ സ്പെയിനിൻ്റെ ലെമീൻ യമാലും ഫ്രാൻസിൻ്റെ കിലിയൻ എംബാപ്പയും ഒപ്പം നമ്മുടെ ലിയണൽ മെസ്സിയും. ഇതാണ് IFFHS പ്രഖ്യാപിച്ച ലോകകപ്പിൻ്റെ മൊത്തം ഏറ്റവും മികച്ച ടീം എന്ന നിലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് തന്നെയാണ്, ആദ്യം പറഞ്ഞു തന്നെയാണ്. അർജൻറ്റീനയുടെ ലിയണൽ മെസ്സി മാത്രമേ ഉള്ളൂ, മറ്റു കളിക്കാരും ഈ ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ചാമ്പ്യന്മാരായ സ്പെയിനിൻ്റെ 6 കളിക്കാർ, ഫ്രാൻസിൻ്റെ 3 കളിക്കാർ, ഇംഗ്ലണ്ടിൻ്റെ 1 കളിക്കാരനും ഈ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.